മുനിശ്രേഷ്ഠ, ഇവരങ്ങയോടൊപ്പം വന്നതിന്റെ കാരണമെന്താണ്? വന്നത് വനത്തിൽ ഞാൻ നടത്തിയ യാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ചെയ്തത് ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം. അതെയോ? അതെ. സൂര്യകാന്തിപ്പൂ പോലെ വിടർന്ന മുഖമുള്ള ഈ രാമൻ ആരണ്യത്തിൽ ഏറെ നാളുകളായി മുനിശ്രേഷ്ഠന്മാരെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന താടകയെയും അവളുടെ പുത്രൻ സുബാഹുവിനെയും തന്റെ അമ്പിനാൽ വധിച്ചു. മാമുനിവരിയ, അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഈ കുമാരന്മാരെ ഇവിടേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. ഒരുപാട് കാലങ്ങളായി അങ്ങയുടെ അരമനയിലിരിക്കുന്ന ശിവധനുസിനെ രാമനൊന്ന് കാണണം. അതിന്റെ ചരിത്രമെന്തെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു ദിവസം വിശ്വകർമാവ് 2 വില്ലുകൾ നിർമ്മിച്ച് ഒന്ന് പരമശിവനും മറ്റൊന്ന് മഹാവിഷ്ണുവിനും നൽകി. ഇതറിഞ്ഞ ബ്രഹ്മാവ് അവരുടെ ശക്തി അറിയുന്നതിനുവേണ്ടി മഹാവിഷ്ണു, ശിവൻ ഇവരിലാരാണ് ബലശാലി എന്ന് കണ്ടറിയുന്നതിനുവേണ്ടി അവർക്കിടയിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം ശക്തമായി നടന്നു. വിജയം ആർക്കായിരുന്നു? ആരും വിജയിച്ചില്ല. ഇരുവരും സമമായി തന്നെയാണ് പോര് നടത്തിയത്. പിന്നീട് ദേവന്മാരുടെ പ്രയത്നത്താൽ ഇരുവരെയും സമാധാനിപ്പിച്ചു. ശിവഭഗവാൻ തന്റെ ധനുസ് ദേവന്മാർക്ക് കൊടുത്തു. ദേവന്മാർ അത് എന്റെ പൂർവികർക്ക് കൊടുത്തതാണ്. ആ ധനുസാണ് എന്റെ പക്കലുള്ളത്. വലിയൊരു ബലവാനെക്കൊണ്ടുപോലും ഒന്നനക്കാൻ കൂടി കഴിയാത്ത ആ വില്ല് ഞാൻ എന്റെ പുത്രിയായി കാണുന്ന സീത ഒരു ദിവസം തന്റെ ഇടതുകൈ കൊണ്ട് അനായാസം പൊക്കിയത് ഞാൻ കാണാനിടയായി. എന്ത്? സീത അങ്ങയുടെ വളർത്തുപുത്രിയാണോ? അതെ, എന്റെ സ്വന്തം മകൾ ഊർമിള മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ സീത യാഗഭൂമിയിൽ മൂടിക്കിടന്ന ഒരു പെട്ടകത്തിനുള്ളിൽ നിന്ന് കൈക്കുഞ്ഞായി കിട്ടിയതാണവളെ. അവളെ കിട്ടിയതിനു ശേഷമാണ് ഊർമിള ജനിച്ചത് തന്നെ. അതുകൊണ്ടാണ് സീതയെ ഞാൻ എന്റെ മൂത്ത മകളായി കണ്ടു വളർത്തുന്നത്. സത്യത്തിൽ സീത സർവം സഹയായ ഭൂമിദേവിയുടെ പുത്രിയാണ്. എന്ത്? ഭൂമിദേവി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചെന്നോ? അതെ സ്വാമി. ഒരിക്കൽ ഭൂമിദേവിയായ ഞാൻ ഈ ലോകത്തിൽ എല്ലാ ജീവനുകളും നിലനിൽക്കാൻ കാരണമായി തീർന്നവളാണ്. എല്ലാവർക്കും ജീവിക്കാനായി പുൽക്കൊടി വൃക്ഷങ്ങൾ മുതൽ പലതരം ലോഹങ്ങളെയും മണികളെയും നിർമ്മിച്ചു നൽകി ഉപകരിക്കുന്നവളാണ്. ഈ പാരിൽ സ്വാർത്ഥതയില്ലാതെ ഒരമ്മയെപ്പോലെ എല്ലാ രീതിയിലും ഉപകരിക്കുന്ന എന്നെ ആരും അമ്മേ എന്ന് വിളിച്ചിട്ടില്ല. എനിക്കായി ഒരു പുത്രനോ പുത്രിയോ ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ ദുർവിധി. ഈ കുറവ് നികത്താൻ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ എന്റെ മകളായി വന്ന് പിറക്കണമെന്ന് ആ അമ്മയെ ധ്യാനിച്ച് തപസ് ചെയ്യാൻ പോകുന്നു. ഓം മഹാലക്ഷ്മിയേ നമഃ. 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 ഭൂമിദേവി, അമ്മേ. ഭൂമിദേവി, നിന്റെ തപസ്സിൽ ഞാൻ സന്തുഷ്ടയായി. നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ തന്നെ നിന്റെ മകളായി ജനിക്കാം. അമ്മ എന്ന വിളി കേൾക്കാൻ കൊതിച്ച നീ എല്ലാ സ്ത്രീകളും
തന്റെ കുഞ്ഞുങ്ങളെ 10 മാസം ഉദരത്തിൽ ചുമക്കുന്നത് പോലെ കുഞ്ഞായി തോന്നുന്ന എന്നെ ഭൂമിയായ നിന്റെ ഉള്ളിൽ അല്പനാൾ ചുമക്കാനിടയാവട്ടെ. സമയമാകുമ്പോൾ ഞാൻ വെളിപ്പെടുന്നതാണ്. എന്റെ ചൈതന്യമുള്ളതുവരെ നിന്റെ മഹത്വം എന്റെ പേരും അനശ്വരമായി യുഗാന്തരങ്ങൾ ജീവിച്ച് വീണ്ടും നിന്റെ ഉള്ളിൽ തന്നെ വന്ന് ഐക്യമാവും. സകല ലോകങ്ങളും കാക്കുന്ന തിരുമകളെ, എന്റെ ആഗ്രഹം നിറവേറ്റാൻ അവിടുന്ന് തന്നെ കുഞ്ഞായി വന്ന് പിറന്നുവല്ലോ. ആഹാ, എന്താ ഒരു ഭാഗ്യം! ഞാനൊരു ഭാഗ്യവതിയാണ്. മുനിശ്രേഷ്ഠ, ഇപ്രകാരം ഭൂമിദേവി പെട്ടകവുമായി മറഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം എന്റെ വിദർഭനാട് മഴയില്ലാതെ വിഷമിച്ചു. ജനങ്ങൾ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വലഞ്ഞു. അവരുടെ ആ അവസ്ഥ ഇല്ലാതാക്കുവാനായി വരുണദേവനെ ധ്യാനിച്ച് യാഗം ചെയ്യാനായി തീരുമാനിച്ചു. യാഗം നടത്തുന്നതിനുവേണ്ടി ഒരിടം തിരഞ്ഞെടുത്തു. യാഗഭൂമി ശുദ്ധിയാക്കാൻ വേണ്ടിയും ഹോമകുണ്ഡങ്ങൾ ഒരുക്കാൻ വേണ്ടിയും ആ ഭൂമിയെ പൊൻകലപ്പ കൊണ്ട് ഉഴുതു. ആ സമയത്ത് മഹാമന്ത്രി, രാജൻ, ഈയിടത്തിൽ ഒരു പാറയുണ്ടെന്നാണ് തോന്നുന്നത്. ഉഴുന്നതിന് തടസ്സമുണ്ടാകുന്നു. നമ്മുടെ വീരന്മാരെ വിളിച്ച് ആ പാറയെടുത്തു മാറ്റാൻ പറയൂ. അങ്ങനെയാകട്ടെ. വരുവിൻ വീരന്മാരെ, ഈ ഇടത്തിൽ കുഴിച്ച് ഇവിടെയുള്ള പാറയെ വേഗം നീക്കം ചെയ്യൂ. ഉത്തരവ്. നിങ്ങൾ ഈ കലപ്പ തൽക്കാലം എടുത്തു മാറ്റൂ. എന്താ ഇത്? പാറ പോലെ തോന്നുന്നില്ലല്ലോ. മഹാരാജൻ, ഇവിടെ പാറയില്ല. ഭംഗിയുള്ളൊരു പെട്ടകമാണുള്ളത്. പെട്ടകമോ? അതിനെ കേടുപാടില്ലാതെ പുറത്തെടുക്കൂ. ഭംഗിയുള്ള തങ്കപ്പെട്ടകം. ആഹാ, നല്ല ഭംഗിയുള്ളൊരു പെൺകുഞ്ഞ്.
ഭൂമിദേവി അനുഗ്രഹിച്ചു തന്നതുപോലെ ഈ മണ്ണിൽ നിന്നാണ് എനിക്കിവളെ ലഭിച്ചത്. സീതടത്തിലെ യാഗഭൂമിയിൽ നിന്ന് ലഭിച്ചതിനാൽ ഇവൾക്ക് സീത എന്ന് നാമകരണം ചെയ്ത് നാം തന്നെ വളർത്താൻ പോവുകയാണ്. പുത്രി സീതേ, സീതയെ ലഭിച്ച ദിവസം യാഗം നടത്താതെ തന്നെ മഴ പെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ തന്നെ നാം വിചാരിച്ചു, ഈ സീത കാരണം എന്റെ വിദർഭ നാട് തന്നെ അല്ലല്ല, ഈ ലോകം തന്നെ അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണെന്ന്. കൗശിക മഹർഷേ, ഇതാണ് എന്റെ പുത്രി സീതയെ എനിക്ക് ലഭിച്ച ചരിത്രം. മഹാരാജൻ, ശിവധനുസ് സീത കയ്യിലെടുത്ത കാര്യം അങ്ങ് പറഞ്ഞു വന്നിരുന്നല്ലോ. അതെ സ്വാമി, ആ ശിവധനുസിനെ അനായാസം കയ്യിലെടുത്തു പിടിച്ചതല്ലേ. അതുകൊണ്ട് അവളുടെ ഭാവി വരൻ അവളുടെ ശക്തിക്ക് യോജിച്ചവനായിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ആ അത്ഭുത പിറവിയെ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നും ചിന്തിച്ചു. ആ ചിന്തയുടെ അവസാനം? സീത അനായാസം എടുത്ത ആ ധനുസ് ആരാണോ എടുത്തു വളച്ച് അതിൽ ഞാൻ കെട്ടുന്നത് അവന് മാത്രമേ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് എല്ലാ രാജാക്കന്മാരെയും അറിയിച്ച് അവരെ ക്ഷണിച്ചു വരുത്തി ഒരു മത്സരം നടത്തും. അങ്ങനെ ചെയ്താൽ സീതയുടെ ശക്തിക്കൊത്ത അവൾക്കുവേണ്ടി ജനിച്ച പുരുഷനെ കിട്ടുമെന്ന് നാം പ്രതീക്ഷിച്ചു. പ്രതീക്ഷയെല്ലാം വെറുതെയായി. അതെന്താ, ആ വില്ല് ഒരാൾ പോലും വളച്ചില്ലയോ? ഇല്ല, അവർക്കാർക്കും അതിനുള്ള ശക്തിയില്ല. അത് അവരുടെ ബലഹീനതയായി കരുതാതെ നാം അവരെ വിഡ്ഢികളാക്കിയതായി കരുതിക്കൊണ്ട് എല്ലാവരും ചേർന്ന് എന്നോട് വഴക്കിനു വന്നു. ദേവന്മാർ എന്റെ തപസ്സിൽ സന്തുഷ്ടരായി എനിക്ക് തന്ന ശക്തി ഉപയോഗിച്ച് നാം അവരെ തുരത്തി. ഇപ്പോൾ ഇയാൾക്കുവേണ്ടി മാത്രം നാം ആ വില്ലുകൊണ്ടുവന്ന് കാണിച്ചുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞുകഴിഞ്ഞാൽ ജനകൻ നിബന്ധന മറികടന്ന് തന്റെ പുത്രിക്ക് വരനെ അന്വേഷിക്കുന്നുവെന്ന് എല്ലാവരും പഴിപറയും. അങ്ങനെയാണെങ്കിൽ ആ വില്ലിനെ തന്നെ നിബന്ധനയായി വെച്ചുകൊണ്ട് വീണ്ടും ഒരു സ്വയംവരം തന്നെ അങ്ങ് നടത്ത്. അപ്പോൾ രാമന് ആ വില്ല് തന്നെ കാണാനുള്ളൊരവസരം ലഭിക്കില്ലേ? അതോടെ എന്റെ പുത്രി സീതയുടെ ജീവിതം പൂവണിയുമെന്ന് എനിക്ക് തോന്നുന്നു. മുനിശ്രേഷ്ഠ, നാളത്തോടെ ഈ യാഗം അവസാനിക്കും. അവസാനിച്ചാൽ ഉടൻ തന്നെ എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തി അങ്ങയുടെ സുമനസ്സോടെ എന്റെ പുത്രിയുടെ സ്വയംവരം നാം നടത്തും. അതുവരെ താങ്കൾ ഈ കൊട്ടാരത്തിൽ തന്നെ തങ്ങണമെന്ന് നാം അഭ്യർത്ഥിക്കുകയാണ്. ആകട്ടെ. സ്വർണ്ണ ശില്പമോ അതോ മുന്തിരിവള്ളിയോ? അവൾ ചെന്താമരയുടെ നിറം വേർതിരിച്ചെടുത്ത് അതിൽ രചിച്ച മനോഹരമായ ചിത്രമാണോ? ആഹാ! ശൃംഗാരത്തോടെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന അവൾ ഒരുപക്ഷെ അവളായിരിക്കും ജനക മഹാരാജാവിന്റെ പുത്രി സീത. വശ്യസൗന്ദര്യമൂറുന്ന അവളുടെ പുഞ്ചിരി ഒരു പനിനീർ പൂവിനെ പോലും ലജ്ജയിലാഴ്ത്തുന്നത് പോലെയാണ് തോന്നിയത്. അവളെ വരിക്കാൻ മിഥിലയുടെ രാജാവ് ഒരു വില്ല് മാത്രമാണ് നിബന്ധനയായിട്ട് വച്ചിരിക്കുന്നത്. അവളാണെങ്കിൽ ഇരു നേത്രങ്ങളെയും താമര പോലെ വിടർത്തി ഇതിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ തോന്നുന്നു. മലർ പോലെ തൊടുത്ത പാദങ്ങൾ, അതിലാണെങ്കിൽ പവിഴത്തിന്റെ വർണ്ണം, അഞ്ജനമെഴുതിയ മാൻപേടയുടെ നോട്ടം, അത് ആകർഷണം ഉളവാക്കുന്നതാണ്. അവളുടെ കൈവിരലുകൾ സ്പർശിച്ചാൽ ശിവധനുസ് എത്ര വലിയ ബലമുള്ളതായിരുന്നാലും അതെടുത്ത് വളച്ചിരിക്കും ഞാൻ അവൾക്ക് വേണ്ടി. പക്ഷേ വിശ്വാമിത്ര മഹർഷി ഉത്തരവ് തരേണ്ടതുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കാനല്ലയോ ആഗതനായിരിക്കുന്നത്? വില്ല് വളയ്ക്കാൻ പഠിച്ച ഞാൻ ആ സൗന്ദര്യവതിയുടെ മിഴികളെ വളയ്ക്കാൻ പഠിച്ചില്ലല്ലോ. അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഈ ലോകം തന്നെ അത്ഭുതപ്പെടുന്ന വിധം ഒരു നിമിഷം കൊണ്ട് അവളെ സ്വന്തമാക്കിയേനെ ഞാൻ. കൊല്ലാതെ കൊല്ലുന്ന ആ മനോഹരമായ മിഴികൾ എൻ്റെ മിഴികൾക്ക് എന്തുത്തരമാണ് തരാൻ പോകുന്നതെന്നറിയില്ല. ആരാണ് ആ യുവകോമളൻ? എന്റെ മനസ്സ് കവർന്ന വീരൻ. യുദ്ധഭൂമിയിൽ ആനകൾ നടക്കുന്നത് പോലെയുള്ള നടത്തം, കാർമേഘങ്ങളെപ്പോലെ
കറുത്തു ചുരുണ്ട കൂന്തൽ, ചന്ദ്രവദനം, നീണ്ടു വളർന്ന കൈകൾ, സുന്ദരമായ മലകളെപ്പോലെ ഉയർന്ന് ശോഭിക്കുന്ന തോളുകൾ. അദ്ദേഹം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഗന്ധർവനാണോ? ആയിരിക്കില്ല. പാദങ്ങൾ നിലത്ത് പതിയും വിധമല്ലേ നടന്നത്? വികാരങ്ങൾ ഉണർത്തുന്ന കാമദേവനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മലരമ്പില്ലല്ലോ, കനത്ത വില്ലു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തേജസ് ഉള്ളതിനാൽ ദേവേന്ദ്രനുമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആരായിരിക്കാനാണ് സാധ്യത? വില്ലുമേന്തി വീരനെ പോലെ നടന്ന അദ്ദേഹം നിശ്ചയമായും ഒരു വില്ലാളി വീരന്റെ പുത്രനായിരിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ മിഴിയഴക് കണ്ട് എന്റെ മിഴികൾ ഉത്സവലഹരിയിൽ ആറാടി. ദൈവമേ, അദ്ദേഹത്തെ തന്നെ എനിക്ക് വരനായി ലഭിക്കാൻ നിന്റെ കനിവുണ്ടായിരിക്കണം. മണ്ണിലൂടെ നടന്നു വന്ന എന്റെ മനസ്സിലേക്ക് കയറിയ അദ്ദേഹം എന്റെ ഹൃദയവും കവർന്നുകൊണ്ടാണ് തിരികെ പോയത്. അത് മനസ്സിലാക്കാതെ മന്ദമാരുതൻ വന്ന് എന്നെ വളരെയധികം കുളിരണിയിച്ച് ആ മധുര നിമിഷത്തെ ഇല്ലാതാക്കുകയാണ്. എന്റെ നേർക്ക് സരളമായി വീശിക്കൊണ്ടിരിക്കുന്നു. മന്ദമാരുത, നീ വെറും ചൂടിനെയാണ് ശമിപ്പിക്കുന്നത്, മനസ്സിനെ എപ്പോ കുളിരണിയിപ്പിക്കും? നിലാവേ, വെണ്ണിലാവേ, ഇങ്ങനെയല്ലേ അദ്ദേഹവും എന്നെ മിഴി ചിമ്മാതെ നോക്കി നിന്നത്? ഇത്രയും നാളുകൾ രാവിൽ മയങ്ങുമ്പോൾ നീ വരുമോ ഇല്ലയോ എന്നോർത്ത് ഞാൻ സങ്കോചപ്പെടുമായിരുന്നു. ഇന്ന് ഇവിടെ ഞാൻ തനിച്ചിരിക്കുമ്പോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാതെ നീ തനിച്ചു വന്നിരിക്കുകയാണല്ലോ. പോ, ഇനി ഞാൻ നിന്നോടൊരു വാക്കുപോലും മിണ്ടില്ല. ഓഹോ, ഞാൻ നിന്നോട് മിണ്ടില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ കൈകളാൽ എന്നെ വലയം ചെയ്യുകയാണോ? അല്പം ഒന്ന് ക്ഷമിക്ക്. അദ്ദേഹത്തെ വർണ്ണമാല്യം അണിയിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ് നിനക്കാദ്യം തന്നെ ശിക്ഷ വാങ്ങിത്തരുന്നുണ്ട്. ജ്യേഷ്ഠത്തി, ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. നമ്മുടെ ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഇത്രയും പ്രകാശിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ചന്ദ്രനെ പറ്റിയാണോ അതോ അദ്ദേഹത്തെ പറ്റിയാണോ? പോടി കുറുമ്പത്തി. ജ്യേഷ്ഠത്തി, സങ്കോചം വേണ്ട. ജ്യേഷ്ഠത്തി ഇങ്ങനെ നിന്ന് കിനാവ് കാണുന്നത് പതിയെ നിന്നോളും. ജ്യേഷ്ഠത്തി എന്ന് താഴെ വീതിയിൽ കണ്ട വീരനെ മുൻനിർത്തിയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ധാരണ പ്രകാരം നമ്മുടെ പിതാവ് സ്വയംവര കാര്യക്രമം നടത്താൻ പോകുന്നത്. ആ സ്വയംവരത്തിൽ ശിവധനുസിനെ എന്റെ ഹൃദയം കവർന്ന ആളുതന്നെ വളച്ച് ഞാൻ കെട്ടണം. നാളെ തിങ്കളാഴ്ച ശിവപൂജ ചെയ്ത് അദ്ദേഹം തന്നെ ശിവധനുസ് വളയ്ക്കണമെന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭമായി തന്നെ നടക്കും. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ആ യുവകോമളൻ തന്നെ എനിക്കെന്റെ വരനായി ലഭിക്കണം. ജ്യേഷ്ഠത്തി വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ഊർമിളെ,